വിജയന് വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ അരവിന്ദ് ദത്താർ ഉന്നയിച്ച രണ്ടാമത്തെ ഒരു പോയിന്റ് വീണയെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ SFIOവിന്റെ കേസിൽ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം അത്ര എളുപ്പമല്ല. കാരണം നമ്മളെ മണി ലോണ്ടറിങ് ആക്ട്, അതുപോലെ തന്നെ NDPS ആക്ട്, UAP ആക്ട്, UAPA പറഞ്ഞു, ആ ആക്ടുകളിലെല്ലാം ചില വകുപ്പുകളുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ജാമ്യം ലഭിക്കണമെങ്കിൽ കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടണം ഇവർ കുറ്റക്കാരനല്ല, നിരപരാധിയാണ്. പക്ഷെ വീണക്കത് ബാധകമല്ല. കമ്പനി ആക്ടിൽ തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ട്. 18 വയസ്സിന് താഴെയുള്ള ആളും സ്ത്രീകളും മന്ദബുദ്ധിയുള്ള അംഗവൈകല്യമുള്ള ആളുമാണെങ്കിൽ അവർക്ക് ഈ പ്രൊട്ടക്ഷൻ, ഈ ജാമ്യത്തിന്റെ വിഷയം വകുപ്പുകൾ ബാധകമല്ല. അപ്പൊ വീണ വിജയന്റെ സീനിയർ അഡ്വക്കേറ്റ് അവിടെ ഉന്നയിച്ച രണ്ടാമത്തെ വാദം ജാമ്യത്തിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നതല്ല. മൂന്നാമത്തെ വിഷയം പറഞ്ഞത് ഈ SFIO അന്വേഷണം 300 കോടി 500 കോടിയെല്ലാം വരുന്ന സഹാറ ഇടപാട് തട്ടിപ്പ് തുടങ്ങിയതാണ്, ഇത് കുറഞ്ഞ പൈസയാണ്. അപ്പോഴാണ് SFIOന് വേണ്ടി ഹാജരായ കേന്ദ്ര അഭിഭാഷകൻ പറഞ്ഞത് ഇത് 1,72,00,000 മാത്രമല്ല 135 കോടി രൂപ ഇവിടെ പലർക്കും കൊടുത്തിട്ടുണ്ട്. അതൊരു പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്പനിയുടെ ഷെയർ ഉള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതുകൊണ്ട് അവരുടെയും കൂടി അന്വേഷണത്തിന് വിഷയമായി വരുന്നതാണ്. അപ്പൊ കർണാടക ഹൈക്കോടതിയിലെ വാദങ്ങൾ ഓരോന്നായി പൊടിഞ്ഞു തരിപ്പണമായിട്ടാണ് ആ ഹർജി അവിടുന്ന് തള്ളിയത്. ഇനി സെക്കൻഡ്ലി, EDക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദേശീയ തലത്തിൽ നമ്മൾ കാണുന്നുണ്ട് BJPയോട് എതിർപ്പുള്ള കോൺഗ്രസിന്റെ മുൻ മന്ത്രിമാരെ, മുഖ്യമന്ത്രിമാരെ. ഒരു മുഖ്യമന്ത്രി ജയിലിലാണ്, ഒരു ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ജയിലിലാണ്, എത്രയോ മന്ത്രിമാർ ജയിലിലാണ്. EDയുടെ പിടിയിൽ വേട്ടയാടലിന് വിധേയമായി അവരെല്ലാം ജയിലിൽ കിടക്കുന്നു. എന്താണ് കേന്ദ്ര ഗവൺമെന്റ് EDയെ കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കുന്നതിനുള്ള ഗുരുതരമായ അനാസ്ഥ, കാലതാമസം? അത് കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കാരണം പ്രൈമ ഫൈസ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ, വിവരങ്ങൾ വെച്ച് നോക്കിയാൽ സ്വാഭാവികമായി ED അന്വേഷിക്കേണ്ട ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ആണ് 447. ഈ നിയമവിരുദ്ധമായി യാതൊരു വിധത്തിലും അർഹതയില്ലാതെ ലഭിച്ചിരിക്കുന്ന ശിവശങ്കറിനെ ED പിടിച്ചത് 1 കോടി രൂപ ബാങ്ക് ലോക്കറിൽ നിന്ന് പിടിച്ചിട്ടാണ്. ഒരു ജോലി എടുക്കാതെ ഒരു കുറ്റകൃത്യം വഴി സമ്പാദിച്ച 1 കോടി രൂപ ബാങ്ക് ലോക്കറിൽ കണ്ടതിന്റെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ജയിൽ കിടക്കേണ്ടി വന്നത്. ഇത് 1,72,00,000 രൂപ ഒരു കുറ്റകൃത്യം വഴി സമ്പാദിച്ച പണമാണെന്ന് ഒരു കേന്ദ്ര ഗവൺമെന്റിന് തന്നെ ഒരു അധികാര സ്ഥാനത്ത് നിന്നുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടും കേന്ദ്രം ഇതിൽ മൗനിയായി നിൽക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൗനിയായി നിൽക്കുന്നു. മാത്രമല്ല ROC നൽകിയ റിപ്പോർട്ടിൽ തന്നെ ഇത് ED അന്വേഷിക്കണം, CBI അന്വേഷിക്കണം. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് സാധാരണഗതിയിൽ ഒരു സ്റ്റേറ്റിൽ നടന്ന കുറ്റമാണെങ്കിൽ CBI അന്വേഷിക്കണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അനുമതി വേണം, കർണാടക ഗവൺമെന്റ് അനുമതി വേണം. പക്ഷേ ഈ കേസിൽ അത് വേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് കേന്ദ്ര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമാണ്. കുറ്റകൃത്യം എന്ന് പറയുന്നത് കമ്പനി നിയമപ്രകാരമുള്ള 447 അനുസരിച്ചിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അഴിമതി നിരോധന നിയമം ഇതിൽ ബാധകമാകുന്നത്. അപ്പൊ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് CBIക്ക് കേസെടുക്കാം, EDക്ക് കേസെടുക്കാം. ഇനി നമ്മൾ ആശങ്ക ഒന്നുകൂടി പറയാം. SFIOവിന്റെ അന്വേഷണത്തിന്റെ ആരംഭം ഞാൻ ഈ പറഞ്ഞ രീതിയിലാണെങ്കിലും അതിന്റെ അന്ത്യം വളരെ വിചിത്രമാണ്. സാധാരണ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കേസ് അന്വേഷണം നടത്തിയാൽ കോടതിയിൽ കുറ്റപത്രം കൊടുക്കും. അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഇടപെടില്ല. പക്ഷേ SFIOയുടെ അന്വേഷണം അങ്ങനെയല്ല. അന്വേഷണം പൂർത്തിയായി അവര് കുറ്റപത്രം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിനാണ്. അവരതിൽ പരിശോധന നടത്തി നിയമോപദേശം ആവശ്യമാണെന്ന് കണ്ട് അവർക്ക് ഈ കേസ് പ്രോസിക്യൂഷൻ അയക്കണമെന്ന് തീരുമാനിച്ചാൽ മാത്രമേ പ്രോസിക്യൂഷൻ വരികയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ അഭിപ്രായം, ഇത് BJP കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ തങ്ങളുടെ വരുതിക്ക് നിർത്താൻ വേണ്ടിയുള്ള ഒരു അടവ് തന്ത്രം അല്ലെങ്കിൽ
ഒരു ഭീഷണി പിണറായി വിജയന്റെ തലക്കൊരു വാൾ ഉയർത്തി, ഇതാ നിങ്ങളെ ED പിടിക്കാം, CBI പിടിക്കാം, നിങ്ങളെ SFIOന്റെ അന്വേഷണത്തിന്റെ പരിധിയിലും നിങ്ങൾ വരാം. അല്ലാതെ ED അന്വേഷണത്തെയും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള കുറ്റം ചെയ്തതിന് CBI അന്വേഷണം, കാരണം EDയും CBIയും അന്വേഷണം ആരംഭിച്ചാൽ അത് അവസാനിപ്പിക്കാത്ര എളുപ്പമല്ല. കാരണം ഇതിൽ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ കോടതിക്ക് ഇടപെടാം. പക്ഷേ SFIയോട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു, അതിന്റെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ കോടതിയിൽ നേരിട്ടെത്താൻ സാധ്യതയില്ല. നിയമപരമായി തന്നെ കേന്ദ്ര ഗവൺമെന്റിനാണ് എത്താൻ സാധ്യതയുള്ളത്. അപ്പൊ ഒരു സംസ്ഥാനത്ത് നടന്ന 2-3 സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന, കാരണം പണം കൊടുത്ത കർത്തയുടെ കമ്പനി കേരളത്തിൽ, പണം വാങ്ങിയ വീണയുടെ കമ്പനി ബാംഗ്ലൂരിൽ, ഇത് വാങ്ങി കൊടുത്തു എന്നുള്ള വിവരം പുറത്തു വന്നത് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡൽഹിയിലുള്ള ആസ്ഥാനത്തു നിന്നും. അപ്പൊ 3 സംസ്ഥാനങ്ങൾ ഇടപെട്ട കേസായത് കൊണ്ട് തന്നെ ഒരു ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് പിണറായി വിജയനും ഈ കേസിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നത് കൊണ്ടും സ്വാഭാവികമായി കേരള പോലീസിനോ കർണാടക പോലീസിനോ ഫലപ്രദമായി കേസ് അന്വേഷിക്കാൻ സാധിക്കില്ല. ഒരു CBI അന്വേഷണം കൊണ്ട് മാത്രമേ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ.